ഡീസലിന്റെ കയറ്റുമതി തീരുവ കൂട്ടി. 34 രൂപയാണ് കൂട്ടിയത്. തീരുവ ലിറ്ററിന് 21.5 രൂപയിൽ നിന്ന് 55.5 രൂപയായി വർദ്ധിച്ചു. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവയും വർദ്ധിപ്പിച്ചു. PR അരവിന്ദ് വിവരങ്ങളുമായുണ്ട്. അരവിന്ദ്, ഇപ്പോൾ ഡീസലിന്റെ കയറ്റുമതി തീരുവ 34 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡീസലിന്റെ കയറ്റുമതി തീരുവ 34 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീരുവ ലിറ്ററിന് 21 രൂപ 50 പൈസയിൽ നിന്ന് 55 രൂപ 50 പൈസയായിട്ടാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 12 രൂപ 50 പൈസയാണ് കൂട്ടിയിരിക്കുന്നത്. തീരുവ ലിറ്ററിന് 29 രൂപ 50 പൈസയിൽ നിന്ന് 42 രൂപയായി ഉയർന്നിട്ടുണ്ട്. അതേസമയം പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ വർധന വരുത്തിയിട്ടില്ല. രാജ്യത്ത് കൂടുതൽ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം രാജ്യത്ത് ഒരു ഇന്ധന പ്രതിസന്ധിക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ക്ഷാമമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും ഇന്ധന പ്രതിസന്ധി പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കയറ്റുമതി തീരുവയിൽ ഒരു വർധനവ് നടത്തി സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം അത് കൂടുതൽ നികത്താനുള്ള നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കയറ്റുമതി തീരുവയിൽ ഒരു വർധനവ് വരുത്തിയിരിക്കുന്നത്. ഡീസലിന്റെയും അതുപോലെ തന്നെ വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉയർത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.